ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അത് സൺഡേ ആണ്. രാവിലെ തന്നെ നമ്മുടെ ആദ്യത്തിന് വയ്യാണ്ടായിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോവാണ് കേട്ടോ. തലേ ദിവസം മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. ചോറും വെച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം എല്ലാം റെഡിയാക്കി ശ്രീകുട്ടനെ ചോറൊക്കെ പകർത്തി കൊടുത്ത് കഴിഞ്ഞിട്ട് വേഗം ആദ്യത്തിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ പുത്തൂർ ഒരു മിഷൻ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം വിചാരിച്ചു ഭയങ്കര ചാർജൊക്കെ ആവുമോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പുറത്ത് ഒരു ഡോക്ടറെ കാണണമെങ്കിൽ 200 രൂപയാണ്, സാധാ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ അവിടെ 150 രൂപയുള്ള. പിന്നെ ഇപ്പോൾ മരുന്നിനൊക്കെ ഇപ്പോൾ എന്തായാലും എവിടെയായാലും പൈസയ്ക്ക് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല, എനിക്ക് തോന്നി, അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. എന്നുവെച്ചാൽ രാത്രിയായാലും പകലായാലും രാവിലെ ആയാലും ഒക്കെ നമുക്ക് എപ്പോഴാണ് തോന്നണേ അപ്പോൾ നമുക്ക് ഓടിപ്പോകാം. 24 മണിക്കൂറുള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ പിന്നെ ഇനി വയ്യാണ്ടാകുമ്പോൾ അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യത്തിന് ഞാനും ഡോക്ടറെയൊക്കെ കണ്ട് നന്നായിട്ട് കഫം കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവന് നെബുലൈസേഷനൊക്കെ ചെയ്തു. പിരി വെട്ടിണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിരി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ. അത് ചെയ്തുകൊണ്ടിരിക്കണം അത്രയും ടൈം. പിന്നെ അവൻ ആകെ അസ്വസ്ഥ എന്നൊക്കെ പറഞ്ഞ് വേഗം ഊരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സിസ്റ്റർമാരോട് ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ക്യാമറ എടുക്കുമ്പോൾ അവൻ്റെ നോട്ടം നോക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു മരുന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നങ്ങാണ്ട് ആദ്യത്തിന് ചോറൊക്കെ കൊടുത്ത്, ചോറ് കൊടുക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല, കുറച്ച് നേരമൊക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അങ്ങനെ അവന് തീരെ പറ്റാണ്ട് കുറച്ച് ചോറുണ്ട് 2 ബിസ്ക്കറ്റൊക്കെ കഴിച്ച് നോക്കി. അങ്ങനെ കിടന്നു അവൻ. കിടന്നിട്ട് പറ്റുന്നില്ല. പിന്നെ ഞാൻ അലക്കാൻ നിൽക്കുകയായിരുന്നു കേട്ടോ. കുറേ അലക്കാനുണ്ടായിരുന്നു. അലക്കാനുള്ളതൊന്നും ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ടില്ലേ തോന്നുന്നുണ്ട്. കുറേ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് അലക്കണേൻ്റെ ഇടയിൽ തന്നെ ആദ്യം വിളിച്ചോണ്ടിരുന്നു കേട്ടോ വയ്യാണ്ട്. അപ്പോൾ അങ്ങനെ അടുത്ത് ചെന്ന് പിന്നെ ഫുഡൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് അങ്ങനെ കഴിക്കും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അവൻ്റെ ഓർമ്മ വെച്ചപ്പോൾ ഇങ്ങനെ ഇത്രയും അവന് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. ചെറുപ്പത്തിൽ ഇതിൻ്റെ ഇരട്ടി വയ്യായി വന്നിട്ടുണ്ട്. പക്ഷെ അവനൊരു നല്ല ഓർമ്മയൊക്കെ ആയപ്പോൾ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം തോന്നുന്നുണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങളൊന്നും ഈ ഒരു ദിവസം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ലൊരു കർക്കിടക ക്ലീനിങ് അങ്ങനെ ആയിട്ട് ഇടണമെന്ന് വിചാരിച്ചൊരു വ്ളോഗായിരുന്നു കേട്ടോ. സാധിച്ചില്ല. ക്ലീനിങ്ങൊക്കെ ഞാൻ ചെയ്തു. നമുക്ക് വീട്ടിൽ ക്ലീനിങ് ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ക്ലീനിങ് ആരോ മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ യൂട്യൂബിലത്തെ തന്നെയാണ്. നമുക്ക് അത് എഴുതുന്നത് കാണുമ്പോൾ അറിയാമല്ലോ ആരാന്ന്. അങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അത് നോക്കിയതാണ്. പിന്നെ എന്നിട്ട് പറഞ്ഞു പോയല്ലോ അതിന്മേ. എന്നിട്ടങ്ങനെ അതിന് വയ്യാണ്ടായപ്പോൾ ഞാൻ പിന്നെ ക്ലീനിങ് നമുക്ക് ചെയ്യാണ്ട് ഒരു നിവൃത്തിയില്ലല്ലോ. നമ്മുടെ വീട് ആഴ്ചയിലൊരിക്കലെങ്കിലും ഫുള്ളായിട്ടൊന്നും ക്ലീൻ ആക്കിയില്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ ഞാൻ ക്ലീനൊക്കെ ചെയ്തു. പക്ഷേ അവിടുന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് പിടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്ന് ഒമിറ്റ് ചെയ്തൊക്കെ ചെയ്തു കേട്ടോ ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ മരുന്ന് കഴിച്ച് അങ്ങോട്ട് കിടന്നുറങ്ങി. ഒരു 2-3 മണിക്കൂർ കിടന്നുറങ്ങിയപ്പോൾ നല്ല വേർത്തൊക്കെ എഴുന്നേറ്റു. പിന്നെ 2 ദിവസത്തേക്ക് എന്താ പറയുക, മരുന്ന് കഴിക്കുമ്പോൾ മാത്രം കുറയില്ലായിരുന്നു. പിന്നെ ഈ വീഡിയോ ഇപ്പോൾ ശബ്ദം കൊടുക്കണ നേരമായപ്പോഴേക്കും കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കർക്കിടക ക്ലീനിങ്ങിൻ്റെ ഒരു പരിപാടിയാണ്. ഫുൾ ഡേ വ്ളോഗ് എന്നൊക്കെ വിചാരിച്ച് നടന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ക്ലീൻ ചെയ്യാണ്ടൊന്നും ഒരു നിവൃത്തിയില്ലല്ലോ. ഈ ഒരു പാത്രം ആകെ അങ്ങനെ തുരുമ്പ് പിടിച്ച പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് തേച്ച് കഴുകി പൊടികളൊക്കെ മാറ്റി വീണ്ടും പൊടികളൊക്കെ നിറച്ച് വെച്ചു. തേച്ച് കഴുകിയപ്പോൾ അടിപൊളി പാത്രം തന്നെയായിട്ടാണ് വീണ്ടും. പക്ഷെ നമ്മുടെ സ്റ്റാൻഡിന്മേൽ കുറച്ച് തുരുമ്പൊക്കെ ഉണ്ട്. അതിനൊക്കെ സിൽവർ പെയിൻറ്റൊക്കെ 40 രൂപയ്ക്ക് ആവുള്ള ഒരു കുഞ്ഞ് ഇത് മേടിച്ച് അടിക്കാനായിട്ട്. വെറുതെ ഒരു ഫ്ലവർ അവിടെ വെച്ചും കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. പുറത്തേക്ക് കാണുന്നുണ്ടായില്ല. പിറ്റേ ദിവസം ഞാനെടുത്ത് ജനലേറെ അവിടേക്ക് വെച്ചു. അപ്പോൾ ഈ ഒരു ബോക്സിൽ നമ്മുടെ വെളിച്ചെണ്ണ കുപ്പികളാണ്. അതിൽ 1-2 കുപ്പികൾ കാലിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നല്ല കുപ്പി നമുക്ക് എന്തായാലും കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം അവിടെ തൽക്കാലം വെച്ചിട്ടാണ്. പിന്നെ അടുത്ത വെളിച്ചെണ്ണ വെച്ചു. പിന്നെ ഫ്ലേവറായിട്ടുള്ള വെളിച്ചെണ്ണകൾ ഉണ്ടായിരുന്നു. വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി, കറിവേപ്പില, ഏലക്കായ, അങ്ങനെ കേട്ടോ. ഭയങ്കര ഫ്ലേവറാണ്. എല്ലാം ദൂരെ തുള്ളി വീതം എടുക്കാൻ പാടുള്ളൂ. ഓവറായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏത് റെസിപ്പിയാണ് ആ റെസിപ്പി ഇതിൻ്റെ മാത്രം സ്മെല്ലായി മാറും കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ പൈപ്പിൻ്റെ അവിടെയൊക്കെ ആകെ അഴുക്ക്. അപ്പോൾ കുറേ നമ്മൾ ആ സിങ്ക് കഴുകണ ഒരു ബ്രഷ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊക്കെ തേച്ച് കഴുകി. പിന്നെ അത് പറ്റാണ്ടായപ്പോൾ ഞാനൊരു ഇരുമ്പിൻ്റെ ബ്രഷ് ഉണ്ട്, ഞാൻ മുന്നൊക്കെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് അതിന് തന്നതിലുള്ളതാണ്. അപ്പോൾ അതൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. എല്ലായിടത്തും ടൈലും ഒക്കെ തേച്ച് കഴുകേണ്ടി വന്നു. ഇടയ്ക്ക് മെസ്സേജ് വരുന്നതിൻ്റെ ശബ്ദമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം തേച്ച് കഴിയുമ്പോൾ കുറച്ച് നേരമൊക്കെ ആയപ്പോൾ എനിക്കിത്തിരി വയ്യാണ്ടായി. അപ്പോൾ ഞാൻ ചായ വെച്ചു. അപ്പോൾ അതാ ഈ 2 ബിസ്ക്കറ്റൊക്കെ കഴിച്ച്. ആദ്യത്തിന് വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് 1/2 റൂട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന് പോരാ. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം റസ്ക് ആക്കി കേട്ടോ.
അങ്ങനെ അടുക്കളയൊക്കെ ഒരുവിധം ക്ലീൻ ചെയ്തു. അടുക്കള ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ കാണാനില്ല. പിന്നെ ഇപ്പോൾ കുറേശ്ശെ പുല്ല് മുളച്ചിട്ടുള്ളൂ. അപ്പോൾ അത് വേഗം പറിച്ച് കളഞ്ഞാൽ എനിക്കതൊരു ആശ്വാസമുള്ളൂ. ഇനി വലിയ പുല്ല് വെട്ടാനായിട്ട് നിൽക്കണ്ടല്ലോ. സൈഡിലൊക്കെ പുല്ല് വളരുന്നുണ്ട്, അത് പക്ഷേ ഇപ്പോൾ നേരമില്ല. പിന്നെ ഇതാ പച്ചമുളകൊക്കെ നമ്മുടെ കിഴക്കമുളക് ഉണ്ടായിട്ടുണ്ട്. കാന്താരിയുടെ വീണ്ടും തൈ മുളച്ചിട്ടുണ്ട്. നമ്മുടെ വലിയൊരു നെയ്മുളകില്ലേ, അതും അത്ര എന്താവും എത്ര ഞാൻ പാവിയിട്ട് അങ്ങോട്ട് റെഡി ആവണില്ല. പിന്നെ ഇപ്പോൾ മഴക്കാലമായപ്പോൾ ഇവിടെ മഴക്കാലം ആകുമ്പോഴാണ് കേട്ടോ ചെടികൾക്കൊക്കെ വളർച്ച കുറയുക ചെയ്യുക. വെള്ളം ഓവറായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. വേനൽക്കാലം ആകുമ്പോഴാണ് നന്നായിട്ട് എല്ലാതും നന്നായിട്ട് പിടിക്കുക കേട്ടോ. പാഷൻ ഫ്രൂട്ട് ദേ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. പക്ഷേ ജനലേര അവിടേക്ക് ആ കയറ് കെട്ടി കാരണം അങ്ങടാണ് പടരണത്. അത് തിരിച്ച് വേറെ വല്ലതുമ്പയ്ക്ക് നല്ല സേഫ്റ്റി ആയിട്ട് വയ്ക്കണം. പിന്നെ കോവയ്ക്ക കുറച്ച് കിട്ടി. അപ്പോൾ പിറ്റേ ദിവസം കോവയ്ക്ക നളേരപ്പാൽ ഒഴിച്ചുള്ള കറി ഉണ്ടല്ലോ, അത് വെക്കാമെന്ന് ചോദിച്ചു. പിന്നെ കുറച്ചെടുത്ത് ഫ്രൈ ആക്കാനും എടുത്തു വെച്ചു കേട്ടോ. പിന്നെ റോസപ്പൂ ഇതാ കന്നിമൂലയിൽ റോസച്ചെടി വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ആ ചട്ടിയോട് അടക്കെടുത്ത് മാറ്റിയ പിന്നെ പൂവ് ഉണ്ടാവണില്ല കേട്ടോ. നല്ലോണം പൂവുണ്ടായിരുന്നതായിരുന്നു. ഇപ്പോൾ അതാ കുറേ ദിവസത്തിന് ശേഷം അങ്ങനെ ഒരു പൂവുണ്ടായതാണ് കേട്ടോ. പിന്നെ വിശക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഉപ്മാവ് ഉണ്ടാക്കിയാൽ മതി എന്ന് ചോദിച്ചു. അപ്പോൾ ഉപ്മാവ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര എളുപ്പമാണല്ലോ, നമുക്ക് ക്ലീനിങ്ങിൻ്റെ ഇടയിലൊക്കെ പറ്റിയൊരു റെസിപ്പി എന്ന് പറയുന്നതാണത്. അപ്പോൾ അതിനുള്ള വെള്ളം ഞാൻ ഇതാ കെറ്റിലിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നെയ്യാണ് ഒഴിച്ചത്. അതിലേക്ക് കടുകിട്ട് പൊടിച്ച് പിന്നെ നമ്മുടെ എല്ലാ സാമഗ്രികളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഉപ്മാവ് ഉണ്ടാക്കാനൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാൻ തന്നെ. എന്നാലും ഒന്ന് പറഞ്ഞു പോകണം, അത്രയേ ഉള്ളൂ. എന്തായാലും കുക്കിംഗ് ഇഷ്ടമുള്ളവർ തന്നെയാണ് എൻ്റെ ചാനലൊക്കെ കുറേ കാണുന്നവർ. അപ്പോൾ അതിൽ ഇത്തിരി ഒരു മഞ്ഞപ്പൊടി ഇട്ടോട്ടെ, ചെറിയൊരു കളറ് വന്നോട്ടെ, ഇത്തിരി ഭംഗി ഉണ്ടായിക്കോട്ടെ വെച്ചു. വൈറ്റ് ആണെങ്കിൽ നല്ല വൈറ്റ് ആവണതാണ് നല്ലത്. അപ്പോൾ പാലൊഴിച്ചിട്ട് ഉണ്ടാക്കുമല്ലോ നമ്മൾ ഉപ്മാവൊക്കെ, അങ്ങനെ ആയാലും ഉണ്ടാക്കാം. അത് അടിപൊളിയാണ് കേട്ടോ. പാലൊക്കെ ഒഴിച്ച് നല്ല സോഫ്റ്റ് ആയിരിക്കും അത്. ഇത് ഇത്തിരി മൊരിഞ്ഞ ടൈപ്പാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത്. പിള്ളേർക്ക് പാലിനോടൊന്നും അത്ര ഇഷ്ടമില്ല. അത് കാരണം കൊണ്ട് ഞാനപ്പോൾ ഇങ്ങനത്തെ ഉണ്ടാക്കുക. അപ്പോൾ റവ അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വറക്കും കേട്ടോ. വറുത്ത റവേനെയാണ് നമ്മൾ വാങ്ങിക്കുക, എന്നാലും ഒന്നും കൂടി ഒന്ന് വറുത്തിട്ടാണ് വീണ്ടും ഞാൻ വെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ നമുക്ക് ആദ്യം വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ടല്ലേ എടുക്കുക. അപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കാൻ അറിയാത്തവരുടെ ഏറ്റവും എളുപ്പ വഴിയാണ് ഇത്. മുകളിൽ നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി മൂടി വയ്ക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് അങ്ങോട്ട് തുറന്നിട്ട് ഞാൻ ഒറ്റയ്ക്കൊക്കെ ഈ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് അങ്ങനെ മുറിച്ച് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തരായിട്ട് ചെറിയ പീസുകളായിട്ട് കിട്ടും. എനിക്കിങ്ങനെ ഉപ്മാവ് കട്ട പിടിച്ചിങ്ങനെ കിടക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. ആ ഉപ്മാവ് കഴിക്കാനേ തോന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ മുറിച്ച് ക്രോസായിട്ട് അങ്ങോട്ടൊക്കെ മുറിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നാളികേരം കൂടി എത്ര ഇടണോ അത്രയും ടേസ്റ്റാണ് കേട്ടോ. അതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ അവന് ചോറ് വേണ്ട, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണം, ഉപ്മാവ് പോരാ. അവൻ പോകുന്നപ്പോൾ എന്നെ മാഗി വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മാഗി ആക്കി. അപ്പോൾ ചോറ് മുഴുവൻ ബാക്കി വന്നു. ഇന്ന് ഇങ്ങനെ കണ്ടതൊക്കെ ഉണ്ടാക്കിയ കാരണം കൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കില്ല, ക്ലീനിങ് മാത്രം എന്ന് വിചാരിച്ചതാണല്ലോ. പക്ഷേ കുറേയൊക്കെ ചോറ് ബാക്കി വന്നു. പിന്നെ പിറ്റേ ദിവസത്തേക്ക് എടുത്തു കേട്ടോ. അങ്ങനെ അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അങ്ങനെ ഫുഡൊക്കെ നൂഡിൽസ് ഉണ്ടാക്കുന്ന റെസിപ്പി എന്ന് പറയും സാധാരണ പോലെ ഉണ്ടാക്കിയുള്ളൂ. വെജിറ്റബിൾസ് ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ, അല്ല ഇട്ടില്ല. എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് ഉറക്കം വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അതാണ് ഞാനിതിപ്പോൾ പിറ്റേ ദിവസം ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് കൂട്ടുകാരോട് ഈ സംസാരിക്കാനിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിലുള്ളത് അപ്പം തന്നെ സംസാരിക്കുന്നത് വെച്ചിട്ടെങ്കിൽ പറ്റില്ല. ആകെ നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ ആകെ സുഖമില്ല നമുക്കൊന്നും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഉറക്കം വന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്യണതിൻ്റെ ഇടയിലാണ് സംസാരിക്കേണ്ടത്. ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ വെറുതെ ഒരു ചുരിദാറിൻ്റെ മേലേക്കോടെ എടുത്തിട്ടെന്നുള്ള എന്നൊരു ചുരിദാർ കൂട്ടുകാർ കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളത് കാണാം. വാട്സപ്പിൽ ഇതാ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് തോന്നുന്നുണ്ട്. ഇപ്പോൾ 3-4 പേര്, കുറേ പേർക്ക് അറിയില്ലായിരുന്നു തോന്നുന്നു അല്ലേ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ. ജോലി സമയത്ത് പരമാവധി ഒന്നും മെസ്സേജ് ഇടാണ്ടൊക്കെ ഇരിക്കുക. മെസ്സേജ് ഇട്ടാലും റിപ്ലൈ തരാൻ അങ്ങനെ പറ്റില്ല, ശരിയല്ലല്ലോ. വൈകുന്നേരം രാവിലെ ഒക്കെ ഇടാം കേട്ടോ. അപ്പം അതിന് റിപ്ലൈ തരാം. വിളിക്കുന്നത് ഇങ്ങനെ ഞാൻ ബസ്സിലുള്ള സമയത്തൊക്കെ വെച്ചാൽ എന്തായാലും എടുക്കാം. ബാക്കിയൊക്കെ സൗകര്യം പോലെ കേട്ടോ, അങ്ങനെ എടുക്കാം. പിന്നെ വേറൊരു കുട്ടി അതിൻ്റെ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തിന് പനിയാണ് കേട്ടോ. അത് കാരണം കൊണ്ട് ആദ്യത്തിനാണ് ഇങ്ങനത്തെയൊക്കെ എനിക്ക് നോക്കി തരുന്നത്. ശ്രീകുട്ടനപ്പോൾ ഭയങ്കര ബിസി ആയതുകൊണ്ട് അവനോട് ഒന്നും ഞാൻ പറയില്ല ഇപ്പോൾ ഒന്നും. അതിന് റെസ്റ്റ് ചെയ്യാൻ എടുക്കാനുള്ള സമയമല്ലേ, അത് കാരണം കൊണ്ടാണ്.
അപ്പോൾ ആ കുട്ടി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കുക ആദ്യത്തിന് പനി ആയതുകൊണ്ടാണ്, പനിയൊക്കെ മാറി പതുക്കെ നോക്കാനാണ് പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ബാക്കിയുള്ള വീഡിയോ കാണാം കേട്ടോ. ഈ അതിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, ചർച്ച നടന്നുണ്ട്. ഒരാൾ മുടക്കണോ ചോദിച്ചപ്പോൾ ഒരാൾ വാർത്തയിട്ടു. അപ്പോൾ ആദ്യത്തിൻ്റെ സ്കൂൾ ഗ്രൂപ്പിൻ്റെ കഥയാണ് കേട്ടോ ഞാനാ പറഞ്ഞത്. അപ്പോൾ പിറ്റേ ദിവസമൊക്കെ മുടക്കായ രക്ഷപ്പെട്ടു. ലീവ് എടുക്കേണ്ടി വന്നില്ല. ലീവ് എടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്ര അറ്റൻഡൻസ് വേണമെന്നുണ്ടല്ലോ എക്സാം എഴുതാനായിട്ട് +2ൻ്റെ ഒക്കെ. അപ്പോൾ അത് കാരണം അവന് വയ്യായുള്ള ദിവസമൊക്കെ ലീവ് കിട്ടി. പിന്നെ മഴ തല മാത്രം കാണിച്ചത് കേട്ടോ. അപ്പോൾ അതാ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാനിത് എടുത്ത്. പിറ്റേ ദിവസമല്ല, അതിൻ്റെ പിറ്റേ ദിവസം രാവിലത്തെ കർക്കിടക ഒന്നിൻ്റെ വ്ളോഗും നല്ല അടിപൊളിയായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവനിങ്ങനെ വയ്യാണ്ടിരിക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റണുണ്ടായില്ല. പിന്നെ തലേദിവസം എനിക്കിത് തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ കിടന്നു, പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ശ്രീകുട്ടന് ട്യൂഷൻ എടുക്കാൻ പോകേണ്ട ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ തലേദിവസം ചോറൊക്കെ തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ കിടന്ന കാരണം ഞാൻ 5 മണിയായപ്പോഴേക്കും കണ്ണ് തുറന്നു കേട്ടോ. പിന്നെ എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എഴുന്നേറ്റ് പതുക്കെ അടുക്കളയിലേക്ക് ഇങ്ങോട്ട് പോന്നു. ചായ വെച്ച് മാറ്റി വെച്ചു. പിന്നെ അതാ പരിപ്പും മത്തങ്ങയും കൂടി വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാർ മാത്രമേ വയ്ക്കാനുള്ളൂ. പപ്പടം വാങ്ങിക്കാൻ ചേട്ടൻ മറന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വേറെ ഒന്നും വയ്ക്കണമൊന്നുമില്ല, സാമ്പാറിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇത്തിരി സൂത്രമൊക്കെയാണ്. വൈകുന്നേരമാണ് കേട്ടോ കൂടുതലും നല്ല ഫുഡുകൾ ഉണ്ടാക്കുന്നത്. രാവിലെ എന്തെങ്കിലും തട്ടിക്കൂട്ട് മാത്രമാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനും ചേട്ടനും കൂടി അവിടെ ഇരുന്ന് ചായ കുടിച്ചു. അതിൻ്റെ ഇടയിൽ സാമ്പാറുള്ള കഷ്ണങ്ങളും കൂടി നുറുക്കിയെടുത്തു കേട്ടോ. സാമ്പാർ കഷ്ണമൊന്നും ഇപ്പോൾ കിട്ടണേ ഇല്ല കേട്ടോ, ഭയങ്കര റേറ്റ്. അതിലും ഉള്ളതിലും ചേട്ടൻ പറയേണ്ട ഓരോന്നോരോ നോക്കിയെടുത്തതാണ്. കാര്യമായിട്ടുള്ള കഷ്ണങ്ങളൊന്നുമില്ല. 2-3 വെണ്ടക്കായും 2 തക്കാളിയും അങ്ങനെ ഇത്തിരി കുമ്പളങ്ങയും മത്തങ്ങയും ഒക്കെ ഇത്തിരീശ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് എടുത്ത് വെച്ചു. പിന്നെ ഞാൻ ചോറിൽ ഇത്തിരി വെള്ളം ഒഴിക്കണം തോന്നി. അപ്പോൾ അതിലേക്ക് കുറച്ച് കെറ്റിലിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കഷ്ണങ്ങൾ വീണ്ടും ഒന്ന് കഴുകണമല്ലോ, കഴുകിയിട്ട് വീണ്ടും ചില കഷ്ണങ്ങൾ കഴുകിയിട്ടല്ലേ അരിയാൻ പറ്റുള്ളൂ. അപ്പോൾ കഴുകിയിട്ട് വീണ്ടും അരിഞ്ഞെടുത്തു. അപ്പോഴേക്കും ഒക്കെ റെഡിയായി. പരിപ്പും മത്തങ്ങയും വേവിച്ച് വെച്ചത് ഞാൻ ഈ ബൗളിലേക്ക് വലിയ പാത്രത്തിലേക്ക് ആക്കി. പിന്നെ കുക്കറിലേക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് പൊടികളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഇത്തിരി മുളക് പൊടി ഇടും. ആദ്യമൊന്നും ഞാൻ മുളക് പൊടി ഇടാറില്ല. ഇപ്പോൾ ശ്രീകുട്ടന് ഇത്തിരി എരിവൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മുളക് പൊടി, മഞ്ഞപ്പൊടിയും സാമ്പാർ പൊടിയും വേണമെങ്കിൽ നേരത്തെ ഇടാം കേട്ടോ. ഞാൻ കുഞ്ഞ് കുക്കറായാൽ അടി പിടിക്കാൻ സാധ്യത കൂടുതലായിട്ട് പൊടികൾ ആഡ് ചെയ്താൽ. അപ്പോൾ അത് കാരണം ഈ നേരത്തെ ഞാൻ സാമ്പാർ പൊടി ഇടുന്നില്ല കേട്ടോ. പിന്നെ ഇത്തിരി പുളിയും ഉപ്പും ഒക്കെ ഇട്ട് കാണിട്ട് അടച്ച് വെച്ച് അടിക്കാനായിട്ട് വെച്ചു. ഒരു അടി അടിച്ച് അപ്പം തന്നെ തുറക്കും കേട്ടോ. പിന്നെ കെറ്റിൽ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും അത് വാർത്ത് വെച്ചു കേട്ടോ. വാർത്ത് വയ്ക്കേണ്ടതൊക്കെ ചേട്ടൻ്റെ പരിപാടിയാണ്, എൻ്റെ പരിപാടിയല്ല. അപ്പോൾ മോർണിംഗ് വൈബ് എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റും ചെറുതായിട്ട് നേരം വെളുത്ത് വരുന്നുണ്ട്. ഭയങ്കര കുറേ നേരം അവിടെ പോയി ഇരിക്കാൻ തോന്നി. പക്ഷേ രക്ഷയില്ലല്ലോ, നമുക്ക് ജോലിക്ക് പോകണ്ടേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിന്നില്ല. പക്ഷേ വാതിൽ തുറന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം നിന്ന് കുക്ക് ചെയ്തു. അപ്പോൾ നല്ല ഒരു തണുപ്പൊക്കെ അടിക്കുന്നത് എനിക്കിഷ്ടമാണ്. എനിക്കെപ്പോഴും ചൂടെടുക്കണ ഒരാളാണ് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്. അപ്പോൾ അതും കൂടി അരിഞ്ഞിട്ടു, പിന്നെ വറുത്തിട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ സാമ്പാർ റെഡി. സാമ്പാർ എന്ന് പറയുന്നത് എനിക്കും ശ്രീകുട്ടനും ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാർ കുറേ ഒഴിച്ച് ചോറുണ്ണാനായിട്ട്. അപ്പോഴേക്കും ശ്രീകുട്ടൻ വന്നു. സാധാരണ ഇങ്ങനെ ട്യൂഷൻ എടുക്കാൻ പോണ ദിവസം രാവിലെ ഫുഡ് കഴിക്കാറില്ല. പക്ഷേ ഇന്ന് സാമ്പാർ കണ്ടപ്പോഴാണെന്ന് തോന്നുന്നു കുറച്ച് ചോറ് എടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് സന്തോഷമായി. സാമ്പാർ ആണെങ്കിൽ അവൻ കഴിക്കണ്ടല്ലോ. അവന് മീൻകറി അല്ല ഇഷ്ടം, സാമ്പാറാണ് ഇഷ്ടം എന്നാണ് പറയുന്നത്. രാവിലെയൊക്കെ കേട്ടോ. മീൻ വറുത്തതാണ് കൂടുതലിഷ്ടം. അങ്ങനെ പിന്നെ ചേട്ടനും പറഞ്ഞു ഇന്ന് 7 മണിക്കാണ് ട്യൂഷൻ കേട്ടോ. അല്ലെങ്കിൽ എന്നും 6:30 പതിവ്. ഇന്ന് 7 മണിക്ക് ആണ്. അപ്പോൾ അത് കാരണം ചേട്ടനും കൂടെ പോയി. പിന്നെ ചേട്ടൻ ഇങ്ങോട്ട് തിരിച്ചു വരാൻ നിന്നില്ല, നേരെ ജോലിക്ക് പോയി. എന്താ വെച്ചാൽ പിന്നെ ഇങ്ങോട്ട് വന്ന് പിന്നെ അങ്ങോട്ട് വെറുതെ പെട്രോൾ കത്തിക്കും വേണ്ട, സമയവും തിക്കും തിരക്കൊക്കെ ആവില്ലേ. അപ്പോൾ അത് കാരണം ചേട്ടൻ അതോടുകൂടി അവൻ്റെ കൂടെ തന്നെ പോയി. ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി. എന്തായാലും കർക്കിടകമൊന്നുമല്ലേ, നമ്മൾ സൺഡേയിൽ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് സ്പീഡ് കൂടുന്നുണ്ട് അല്ലേ സംസാരിക്കണേൽ. സൺഡേയിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു നേരം ഉപയോഗിച്ചാൽ മതി അടുക്കളയൊക്കെ വൃത്തികേടാവാനായിട്ട്. അപ്പോൾ ആ പടിയുമൊക്കെ ആകെ വൃത്തികേടാന്ന് വെച്ചാൽ മഴയല്ലേ, പിന്നെ ഈ പൂച്ചകളൊക്കെ എടുക്കുകയല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന്, പിന്നെ അവർക്ക് മഴയാണെങ്കിൽ ചവിട്ടുമ്മയൊക്കെ ചോറിട്ട് കൊടുക്കും. അടിച്ച് കളയുന്നുണ്ടെങ്കിലും എന്തായാലും ഇത്തിരീശൊക്കെ ഒരു വൃത്തികേട് വരും. അപ്പം ഞാൻ അതൊന്ന് വെള്ളമൊഴിച്ച് കഴുകി പിന്നെ വേഗം അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. അടുക്കളയിലെ പരിപാടി അങ്ങനെ കഴിഞ്ഞ് ഒക്കെ വൃത്തിയാക്കിയിട്ടു. ഇനി ഒന്ന് മൊത്തത്തിലൊന്ന് അടിച്ചു വാരി ഒന്ന് തുടയ്ക്കണം. അകത്തൊന്നും ഞാൻ പിടിച്ചില്ല കേട്ടോ, അത്രയ്ക്ക് എനിക്ക് സമയമില്ല. അത് കാരണം ഷൂട്ട് ചെയ്യലും ക്ലീൻ ആക്കലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
സമയം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇന്നും സമയമൊന്നുമില്ല എനിക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വേഗം ഒന്ന് മുറ്റടിച്ചിട്ടും അപ്പുറം ഇപ്പുറം ഒന്ന് മുറ്റടിച്ചിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് വേഗം വന്നുങ്ങാട്ട് ഒന്ന് തുടച്ചിട്ടു. ഉമ്മറ മാത്രം തുടച്ചത് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. മൊത്തത്തിൽ മോൾ ഭാഗം ഒന്നും തുടയ്ക്കാൻ നിന്നില്ല കേട്ടോ. അടിഭാഗം ഹോള് മാത്രമാണ് തുടച്ചത്. പിന്നെ ഈ വരാന്തയും തുടച്ചു. വേഗം ജോലിക്ക് പോയി 8 മണിയാവും 5 മിനിറ്റ്. അപ്പം ഇറങ്ങുകയാണെങ്കിൽ സ്പീഡിൽ നടക്കണം, എന്നാലാണ് ബസ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ സ്പീഡിൽ നടന്നു ബസ്സിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനൊന്നും മറന്നു പോയില്ലല്ലോ. അഭിപ്രായങ്ങളൊക്കെ എഴുതുക കേട്ടോ. ഓക്കെ.